പ്രകൃതിയിൽ കുറച്ച് നിമിഷങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കാത്ത ആരുമുണ്ടാവില്ല. അങ്ങനെ നമ്മൾ പ്രകൃതിയുമായി ഇഴുകിച്ചേരുന്നു. പ്രകൃതിയിലെ ആ നിറഭേദങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു, സുഗന്ധം ഉൾക്കൊള്ളുന്നു, സംഗീതം ഉൾക്കൊള്ളുന്നു. പ്രകൃതി നമ്മളെ മൃദുവായിട്ട് അനാവരണം ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ സംഭവിക്കുന്നത് മറിച്ചാണ്. പ്രകൃതിയിൽ ഒരിടത്ത് പോലും നമുക്ക് അതിൻ്റെ തനതായിട്ടുള്ള സൗന്ദര്യം ഇല്ല എന്നും അതിനെ അനുനിമിഷം മറ്റൊരു വസ്തു കാർന്നെടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രകൃതിയിലെ എല്ലാ ഇടങ്ങളിലേക്കും പ്ലാസ്റ്റിക് എന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള പദാർത്ഥം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്ലാസ്റ്റിക്കുകൾ ഈ നൂറ്റാണ്ടിൽ നമ്മൾ നമ്മുടെ ചില ഉപയോഗങ്ങൾക്കായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക പദാർത്ഥമാണ്. ഇത് നമുക്ക് പല ഗുണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. പല വിലപ്പെട്ട മറ്റ് ധാതുക്കളെയും മാറ്റിയിട്ട് പ്ലാസ്റ്റിക് പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നതിൻ്റെ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ, ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ, ഇത് നിർമ്മിച്ചിരുന്ന കമ്പനികൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന വലിയൊരു വിപത്തിനെ കുറിച്ച് അറിയാമായിരുന്നു. പ്ലാസ്റ്റിക് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് നശിച്ചു പോകില്ല. അത് ഡീഗ്രേഡബിൾ അല്ല. നാച്ചുറൽ പ്രോസസ്സ്, ബയോളജിക്കൽ പ്രോസസ്സ് മൂലം ഡീഗ്രേഡ് ചെയ്ത് മറ്റ് വസ്തുക്കളായിട്ടത് മാറുന്നില്ല. പ്ലാസ്റ്റിക്കായിട്ട് എന്നേക്കും അവശേഷിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരിടവുമില്ല. അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് ഒരു പ്രത്യേക തരം പാറയാണ്. അത് നാച്ചുറൽ പ്രോസസ്സിലൂടെ രൂപപ്പെടുത്തി വന്നിട്ടുള്ള ഒരു പാറക്കഷ്ണം. ആ പാറക്കഷ്ണത്തിൻ്റെ ഉള്ളടക്കത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്ലാസ്റ്റിക് തന്നെ. ആദ്യത്തെ മനുഷ്യനും പ്രകൃതിയും വിഭവങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, ആന്ത്രോപ്പജനിക്കും നാച്ചുറലുമായിട്ടുള്ള പ്രോസസ്സാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പാറയായിട്ട് ഇതിനെ കണക്കാക്കി അതൊരു ജിയോളജിക്കൽ മാർക്കറായിട്ട് മാറ്റാം എന്ന് ശാസ്ത്രജ്ഞർ പറയും. അങ്ങനെ ഒരു പ്ലാസ്റ്റിക് യുഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പ്ലാസ്റ്റിക് യുഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം പോലും പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇന്ന് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. ഈ അടുത്ത കാലത്ത് 91 പേഷ്യൻസിൻ്റെ ബ്രെയിൻസിൽ നടത്തിയ പഠനത്തിൽ, മരണാന്തരം ബ്രെയിനിൽ നടത്തിയ പഠനത്തിൽ ഭൂരിഭാഗം ആൾക്കാരിൽ, ഏതാണ്ട് 71 സാമ്പിളുകളിലും വളരെ ഉയർന്ന തോതിൽ പ്ലാസ്റ്റിക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ബ്രെയിനിൽ പല പദാർത്ഥങ്ങളും എത്തുന്നതിനൊരു ബാരിയറുണ്ട്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നാണ് പറയുന്നത്. നമ്മളെ ദോഷകരമായിട്ട് പ്രവർത്തിക്കാവുന്ന പല രോഗാണുക്കളെയും തടുത്തു നിർത്തുന്നതിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉപയോഗപ്രദമാണ്. എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ സാധിക്കുന്നത് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെയും ഭേദിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് വലിയ തോതിൽ ബ്രെയിനിൽ അടിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ്. ചില സാമ്പിളുകളിൽ ബ്രെയിനിൻ്റെ 0.5% വെയിറ്റ്, അതിൻ്റെ തൂക്കത്തിൽ പ്ലാസ്റ്റിക്കാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിലെ വലിയൊരു പ്രശ്നം, ഈ പ്ലാസ്റ്റിക് നമ്മുടെ ബ്രെയിൻ പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ചെന്നെത്തുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്നും നമുക്ക് പൂർണ്ണ ധാരണയില്ല. ബ്രെയിനിലെ പ്ലാസ്റ്റിക്കുകളെ കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കണ്ടത് ഡിമെൻഷ്യ, മറവി രോഗം, അൽസീമേഴ്സ് ഡിസീസ് തുടങ്ങിയ രോഗങ്ങൾക്ക് വിധേയമായിട്ട് മരിച്ചുപോയ പേഷ്യൻസിലാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ നമ്മളെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ മാത്രമല്ല, നമ്മുടെ ചിന്തയും നമ്മുടെ ബോധത്തിനെയും എല്ലാം മാറ്റിമറിക്കാവുന്ന വലിയൊരു വിപത്തായിട്ട് പ്ലാസ്റ്റിക് മാറിക്കഴിഞ്ഞു. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉത്ഭവം നമ്മുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലും നമുക്ക് പ്ലാസ്റ്റിക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ജനിക്കുന്ന ശിശുക്കളിലേക്ക് ന്യൂട്രീഷനും രക്തവും എത്തിക്കുന്ന പ്ലാസന്റയിൽ നമുക്ക് പ്ലാസ്റ്റിക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സാമിൻ ചെയ്യുന്ന എല്ലാ സാമ്പിൾസിലും പ്ലാസ്റ്റിക് കാണും. പ്ലാസ്റ്റിക് അങ്ങനെ ഒറ്റപ്പെട്ട ഒരു കാര്യമായിട്ടല്ല ഇന്ന് ശാസ്ത്രലോകം കാണുന്നത്. നമ്മുടെ ലങ്സിലുണ്ട്, ലിവറിലുണ്ട്. ഇതുകൂടാതെ
നമ്മുടെ ഹൃദയത്തിൽ വലിയ തോതിൽ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടുന്നുണ്ട്. ഹൃദയം എന്ന് പറയുന്നത് ചലിക്കുന്ന ഒരു അവയവമാണ്. ഏത് സമയം ഒരു പമ്പ് ചെയ്യുന്ന അവയവത്തിൽ അതിൻ്റെ ഒരു എലാസ്റ്റിസിറ്റി നിലനിർത്തുക എന്നുള്ളത് വലിയ ഒരു ശാരീരിക പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക്, ആ എലാസ്റ്റിസിറ്റിക്ക് വികടമായിട്ടാണ് പ്ലാസ്റ്റിസിറ്റി കടന്നുകൂടുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ സാധാരണ പ്രവർത്തനം അവിടെ തടസ്സപ്പെടും. ഹൃദയത്തിൻ്റെ ഉള്ളിലെ പേശികളിൽ ഹൃദയത്തെ വലഞ്ഞുകൊണ്ടും ഹൃദയത്തിൻ്റെ പുറത്ത് ഹൃദയത്തെ കവർ ചെയ്തുകൊണ്ടും പ്ലാസ്റ്റിക്കുകൾ കൂടുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കുകളെ നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. 5 മില്ലിമീറ്ററിന് താഴെയുള്ള അംശങ്ങൾ, ഒരു പൊടിയരിക്ക് തുല്യമായിട്ട് ഉള്ള പദാർത്ഥങ്ങൾ. അതിനേക്കാൾ വലിയ വിപത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്കുകൾ, ഷാംപൂ, ബോഡി വാഷ്, ഫേസ് സ്ക്രബ് തുടങ്ങിയ കാര്യങ്ങൾ, നമ്മൾക്ക് സാധാരണയായിട്ട് ടോയ്ലറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്ന പദാർത്ഥങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് മൈക്രോ ബീഡ്സ്, ചെറിയ മുത്തുകളായിട്ട് ഉണ്ട്. അതൊരു 1 mm സൈസിന് താഴെയുള്ള ബീഡ്സ് ആണ്. വളരെ ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസ്. ഇതിലെ വലിയൊരു പ്രശ്നം, ഇതിനെ ഒരു തരത്തിലും നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ സാധിക്കില്ല. ഇത് നമ്മുടെ വേസ്റ്റ് വാട്ടറിലൂടെ പ്രകൃതിയിലേക്ക് എത്തുന്നു. പ്രകൃതിയിലെ എല്ലാ ജലാശയങ്ങളിലും ഈ മൈക്രോ ബീഡ്സ് ഇന്നെത്തിയിട്ടുണ്ട്. നമ്മൾ എത്ര സുരക്ഷിതമാണെന്നും എത്ര പ്രകൃതി രമണീയമാണ് എന്ന് കരുതപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലെ വെള്ളം പരിശോധിച്ചാലും അവിടെ നമുക്ക് ഈ മൈക്രോ ബീഡ്സ് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഫുഡ് ചെയിനിലേക്ക് വരുന്നു, സസ്യങ്ങളിലേക്ക് വരുന്നു, മത്സ്യങ്ങളും അതുപോലുള്ള പ്രാണികളിലേക്കും ഇത് എത്തുന്നു. അതിലൂടെ അവസാനം അത് മനുഷ്യരിലേക്കും നമ്മുടെ ഫുഡ് ചെയിനിലൂടെ തന്നെ നമുക്കെത്തുന്നു, നമ്മുടെ ഉള്ളിലെത്തുന്നു. അങ്ങനെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ, ഇതിലെല്ലാം കൂടി നമുക്ക് മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വസിക്കുന്ന വായുവിലൂടെ ലങ്സിൽ വലിയ രീതിയിൽ പ്ലാസ്റ്റിക്സ് നമ്മൾ കണ്ടെത്തുന്നു. ലങ്സും ഒരു ഇലാസ്റ്റിക് സിറ്റിയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു അവയവമാണ്. അവിടെയും ഈ പ്ലാസ്റ്റിക്സ് വന്ന് അതിൻ്റെ എലാസ്റ്റിസിറ്റിക്ക് വിപരീതമായിട്ട് പ്ലാസ്റ്റിസിറ്റി ഉണ്ടാക്കി തരും. അങ്ങനെ ഈ ഒരു വിപത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ കരകയറണം എന്നുള്ളതിനെ കുറിച്ച് ഇന്നും കൃത്യമായിട്ടുള്ള ധാരണയില്ല. നമുക്കിതിനെ പ്ലാസ്റ്റിക്സിനെ റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നും അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ നമ്മളെ വളരെ കാലമായിട്ട് ധരിപ്പിച്ച കാര്യം. അങ്ങനെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഒരു വലിയ പദ്ധതിയായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് റീസൈക്ലിംഗിൽ പല പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, പ്ലാസ്റ്റിക് അത്ര എളുപ്പത്തിൽ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. ചില ഇനം പ്ലാസ്റ്റിക്കുകളെ മാത്രമേ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത്തരം പ്ലാസ്റ്റിക്കുകൾ വേർതിരിച്ച് ശുദ്ധമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ വീണ്ടെടുത്താൽ മാത്രമേ അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഭൂരിഭാഗം വരുന്ന പ്ലാസ്റ്റിക്കുകളും അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ഇനം പ്ലാസ്റ്റിക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ റീസൈക്ലിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 8-9% മാത്രമാണ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന 92-93% പ്ലാസ്റ്റിക്കും റീസൈക്കിൾ ചെയ്യാതെയാണ് അതിനെ പ്രകൃതിയിൽ നമ്മൾ ഉപേക്ഷിക്കുന്നത്. ഇത് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് തന്നെ വലിയൊരു വിപത്ത് സൃഷ്ടിക്കുന്നു. ഒരുപാട് മൈക്രോ പ്ലാസ്റ്റിക്സ് റീസൈക്ലിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീസൈക്ലിംഗ് ഉപയോഗകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയേക്കാൾ വിനാശകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, നമ്മളത് വളരെ തുച്ഛമായിട്ട് മാത്രമേ റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ. രണ്ട്, ആ തുച്ഛമായിട്ടുള്ള റീസൈക്ലിങ്ങിൽ നിന്ന് വലിയ തോതിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാകുകയും അത് നമ്മുടെ ജലാശയങ്ങളെയും നമ്മുടെ വായുവിനെയും നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളെയും വീണ്ടും അത് മലിനീസമാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടെത്തിക്കുന്നു. അതുകൊണ്ട് റീസൈക്ലിംഗ് ഒന്നിനും ഒരു പരിഹാരമല്ല. റീസൈക്ലിങ്ങിലൂടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം
വർദ്ധിച്ചു കൊണ്ടുപോകാം എന്നുള്ള നമ്മുടെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയുടെ മോഹങ്ങൾ അധികകാലം നിലനിൽക്കില്ല. പ്ലാസ്റ്റിക്കിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇനി എല്ലാവരിലും പ്രകടമാകാൻ തുടങ്ങും. ഓൾറെഡി അത് പ്രകടമായി കഴിഞ്ഞിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നും വളരെ വ്യക്തമായിട്ട് നടന്നിട്ടില്ല. ഇത് നമ്മുടെ പ്രത്യുൽപാദനത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്സ് പല തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് കാരണമാകുന്നുണ്ട്. പ്ലാസ്റ്റിക്സ് പല രീതിയിലുള്ള ക്യാൻസേഴ്സിന് കാരണമാകുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചെറിയ സംശയങ്ങൾ മാത്രമേ നമ്മൾ ഉള്ളൂ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പഠനങ്ങളോ ഡേറ്റയോ നമ്മുടെ മുന്നിൽ ഇന്നും വന്നിട്ടില്ല. അത്രയും പഠനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡേറ്റ കൂടുതലായിട്ടുണ്ടാകുമ്പോൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള വിപത്തുകൾ കൂടുതൽ പ്രകടമായിട്ട് വരും. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ നമുക്ക് എങ്ങനെ ഉന്മൂലനം ചെയ്യാം, നമ്മുടെ സമൂഹത്തിൽ നിന്ന് അതിനെ മാറ്റി നിർത്താമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകൾ സാധാരണ രീതിയിൽ നമ്മുടെ എണ്ണയിൽ നിന്ന്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് വിഭിന്നമായിട്ട് സസ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കുകളെ കുറിച്ച് നമുക്ക് ഇന്ന് അറിവുണ്ട്. അത്തരം പ്ലാസ്റ്റിക്കുകൾ ഇന്ന് നിർമ്മിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ വേസ്റ്റിൽ നിന്ന് നമുക്ക് പ്ലാസ്റ്റിക്, ഇത്തരം ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ഉണ്ടാക്കാൻ സാധിക്കും. വലിയ രീതിയിൽ ഉള്ള ഒരു വിപത്താണ് ഗോതമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള സ്റ്റബിൾ എന്ന് പറയുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ. നെൽകൃഷിയുടെ അവശിഷ്ടം വൈക്കോലായിട്ട് അത് ഒരു കാറ്റിൽ ഫീൽഡായിട്ട് മാറ്റുമ്പോൾ ഗോതമ്പ് കൃഷിയിൽ ആ രീതിയിൽ അത് മാറ്റാൻ എളുപ്പമല്ല. കാറ്റിൽ ഫീൽഡായിട്ട് മാറ്റുക പ്രയാസമാണ്. എന്നതുകൊണ്ട് അതിനെ കത്തിച്ചു കളയുകയാണ് ഭാരതം ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ചെയ്യുന്നത്. അത് വലിയ രീതിയിലുള്ള കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കൂട്ടുക എന്ന് മാത്രമല്ല, അതൊരു ആരോഗ്യ പ്രശ്നം കൂടി, ഒരു എയർ പൊല്യൂഷന്റെ പ്രശ്നം കൂടി ഡൽഹി പോലുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നമ്മൾ കത്തിച്ച് വലിയ ഒരു പ്രകൃതി പ്രശ്നമാക്കി മാറ്റുന്ന ഈ സ്റ്റബിളിനെ നമുക്ക് ബയോ പ്ലാസ്റ്റിക്സ്, ഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ആക്കി മാറ്റാം എന്നുള്ളതിന്റെ സാധ്യതകളെ കുറിച്ച് ഭാരതം ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ ഷുഗർ കെയിനിന്റെ വേസ്റ്റ്, പലതരത്തിലുള്ള ഫുഡ് വേസ്റ്റുകൾ, ഇതെല്ലാം നമുക്ക് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകളാക്കി മാറ്റാം. അതല്ലാതെ മറ്റ് സസ്യങ്ങൾ നമ്മൾ കത്തിച്ചു കളയുകയും നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന വീഡ്സ് എന്ന് പറയുന്ന, നമുക്ക് ഒരു ഉപയോഗം ചെയ്യാതെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ കുറയ്ക്കുന്ന പല ഹെർബ്സും നമുക്ക് ഇത്തരത്തിലുള്ള ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ആക്കി മാറ്റാം. ഈ വീഡ്സിനെയും ഹെർബ്സിനെയും ഒക്കെ നമ്മൾ ഇന്ന് ഉന്മൂലനം ചെയ്യാൻ വളരെ ഉയർന്ന ശക്തിയുള്ള കീടനാശിനികൾ യൂസ് ചെയ്യുന്നുണ്ട്. അത്തരം കീടനാശിനികൾ, പെസ്റ്റിസൈഡുകൾ വലിയ തോതിൽ നമുക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം കീടനാശിനികളെ നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇത്തരം വീഡ്സ് അല്ലെങ്കിൽ കളകൾ അല്ലെങ്കിൽ ഹെർബ്സുകളെ നമുക്ക് ഉപയോഗകരമായിട്ടുള്ള ബയോ മെറ്റീരിയൽസ് ആക്കി മാറ്റാൻ സാധിക്കും. ഇത്തരം പഠനങ്ങളാണ് നമുക്കിന്ന് ആവശ്യം. അല്ലാതെ പ്ലാസ്റ്റിക്സിനെ റീസൈക്കിൾ ചെയ്യുന്ന വലിയ വിപത്തിലൂടെ, ആ ഒരു മോഹത്തിലൂടെ, ആ ഒരു ഫാലസിയിലൂടെ, ആ ഒരു ഡെല്യൂഷനിലൂടെ പ്ലാസ്റ്റിക്സിന്റെ ഉപയോഗം കണ്ടിന്യൂ ചെയ്യാമെന്നും അത് നമുക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാം എന്നുള്ള പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയുടെ വ്യാമോഹത്തിന് തടയിടേണ്ട സമയം അനിവാര്യമായിട്ട് തീർന്നിരിക്കുകയാണ്.